ഇന്ന് ഒക്ടോബർ 8. ഓരോ ഭാരതീയനെയും സംബന്ധിച്ചിടത്തോളം ഇന്ന് അഭിമാനത്തിൻ്റെ ദിനമാണ്. ഇന്നാണ് ഇന്ത്യൻ എയർഫോഴ്സ് ഡേ. 1932 സ്ഥാപിതമായ ഇന്ത്യൻ വായുസേനയുടെ 93-ാം വാർഷികമാണ് ഇന്ന് അഭിമാനത്തോടെ രാജ്യം ആഘോഷിക്കുന്നത്. ഇന്ത്യൻ സായുധ സേനയുടെ വ്യോമ വിഭാഗമാണ് ഭാരതീയ വായുസേന, ഇന്ത്യൻ എയർഫോഴ്സ്. രാജ്യത്തിൻ്റെ വ്യോമാതിർത്തി സംരക്ഷിക്കുന്നതിനും സൈനിക നീക്കങ്ങൾക്കും പ്രകൃതി ദുരന്ത സമയങ്ങളിൽ സഹായം നൽകുന്നതിനും ഈ സേന ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. 1932 ഒക്ടോബർ 8 ഇന്ത്യൻ വ്യോമസേന ഔദ്യോഗികമായി സ്ഥാപിതമായത്. തുടക്കത്തിൽ ഇത് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ സഹായസേന എന്ന നിലയിൽ റോയൽ ഇന്ത്യൻ എയർഫോഴ്സ് എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത്. 1950 ഇന്ത്യ ഒരു റിപ്പബ്ലിക് ആയതോടെ റോയൽ എന്ന പദം ഒഴിവാക്കി ഇന്ത്യൻ എയർഫോഴ്സ് എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടു. ഭഗവത്ഗീതയിൽ നിന്ന് സ്വീകരിച്ച നഭസ്പർശം ദീപ്തം എന്നതാണ് വ്യോമസേനയുടെ ആപ്തവാക്യം. ഇതിനർത്ഥം തേജസ്സോടെ ആകാശത്തെ സ്പർശിക്കുക എന്നതാണ്. വിമാനങ്ങളുടെ എണ്ണത്തിൽ മൊത്തത്തിലുള്ള പോരാട്ട ശേഷിയെയും അടിസ്ഥാനമാക്കി ലോകത്തിലെ ഏറ്റവും ശക്തമായ വ്യോമസേനകളിൽ ഒന്നാണ് ഇന്ത്യൻ വ്യോമസേന. 2025 കണക്കനുസരിച്ച് US, റഷ്യ, ചൈന എന്നീ രാജ്യങ്ങൾക്ക് പിന്നിലായി ലോകത്തിലെ 4ാമത്തെ വലിയ വ്യോമസേനയാണ് ഇന്ത്യയുടേത്. ചില റിപ്പോർട്ടുകളിൽ അത് 3ാം സ്ഥാനവും സൂചിപ്പിക്കുന്നുണ്ട്. ഏകദേശം 140,000-ലധികം സജീവ സൈനികരും 130,000-ലധികം റിസർവ് സൈനികരും ഇന്ത്യൻ എയർഫോഴ്സിനുണ്ട്. ഇന്ത്യൻ വ്യോമസേന ഏറ്റവും പുതിയതും അത്യാധുനികവുമായ വിമാനങ്ങളുടെ ഒരു വലിയ ശേഖരം നിലനിർത്തുന്നുണ്ട്. രാജ്യത്തിൻ്റെ പ്രതിരോധത്തിലും ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിലും ഇന്ത്യൻ വ്യോമസേന നിർണായകമായ പങ്ക് വഹിച്ചിട്ടുണ്ട്. 1947, 65, 71 ഈ കാലഘട്ടത്തിൽ ബംഗ്ലാദേശ് വിമോചന യുദ്ധം, അതോടൊപ്പം തന്നെ 99 കാർഗിൽ യുദ്ധം എന്നിവ ഉൾപ്പെടെ പാകിസ്ഥാനുമായുള്ള എല്ലാ യുദ്ധങ്ങളിലും നിർണായക വിജയം നേടിയത് ഇന്ത്യൻ വ്യോമസേനയാണ്. അതോടൊപ്പം തന്നെ 1984 സിയാച്ചിൻ മേഖലയുടെ ആധിപത്യം ഉറപ്പിച്ചത് ഓപ്പറേഷൻ മേഘദൂത് എന്നതിലൂടെയാണ്. ഓപ്പറേഷൻ കാക്ടസ് വഴി 1988 മാലദ്വീപിലെ സൈനിക അട്ടിമറി ശ്രമം പരാജയപ്പെടുത്തുകയുണ്ടായി. അതോടൊപ്പം തന്നെ ബാലക്കോട്ട് വ്യോമാക്രമണം 2019 പാക് അധീന കാശ്മീരിലെ ഭീകരകേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തിയതും ഇന്ത്യൻ വ്യോമസേനയുടെ അഭിമാന യുദ്ധമുഹൂർത്തങ്ങളിൽ ഒന്നാണ്. ഒപ്പം പ്രളയം, ഭൂകമ്പം തുടങ്ങിയ പ്രകൃതി ദുരന്തങ്ങളിലും സഹായമായി എത്തുന്നതും ഇന്ത്യൻ വ്യോമസേനയാണ്.